പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കൂടുതൽ പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാൻ പോലീസ്. പാളയം സന്തോഷ്, ആദർശ് തുടങ്ങിയവരെ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിലും പിടികൂടാൻ കഴിയാതെ വന്നതോടെയാണ് നീക്കം. ഇന്നലെയും തലസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും കൂടുതൽ പ്രതികളെ പിടികൂടാനായിട്ടില്ല. അതിനിടെ കേസിൽ പിടിയിലായ മറ്റു പ്രതികൾ കൂടി ഇന്ന് ജാമ്യാപേക്ഷ നൽകും. സുനിഷ അയ്യലൂർ വിവരങ്ങൾ നൽകും. സുനിഷ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ED ഉദ്യോഗസ്ഥർ നേരിടേണ്ടി വന്ന ഈ കടുത്ത അതിക്രമം അത് വലിയ തോതിൽ വിമർശന വിധേയമായിരുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ സുരക്ഷാ വീഴ്ച പോലീസിനും നാണക്കേടായി മാറിയിരുന്നു. അപ്പോൾ വീട് കയറിയുള്ള പരിശോധനയൊക്കെ നടത്തുന്നുണ്ട്. പോലീസ് വ്യാപക പരിശോധനയും നടത്തുകയാണ്. എന്താണ് പോലീസിന്റെ നീക്കങ്ങൾ? എന്നാൽ അതേസമയം തന്നെ ഈ പ്രതി ചേർക്കപ്പെട്ട ആളുകൾ അവർ നിയമപരമായി എങ്ങനെയാണ് നീങ്ങുന്നത്? ഷിഹാസ് കീർത്തനായി പറഞ്ഞതുപോലെയാണ് ED ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികൾക്കായുള്ള അന്വേഷണം. ഇപ്പോൾ തന്നെ 26ഓളം പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. പക്ഷെ കൂടുതൽ പേർ ഇതിലുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് കണക്കുകൂട്ടുന്നത്. അതിന്റെ ഭാഗമായി പരിശോധനകൾ ഏതായാലും കർശനമായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തെ ജില്ലാ പ്രസിഡന്റ് SFIയുടെ ജില്ലാ പ്രസിഡന്റായ സൂരജ് വിമലിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഈ പ്രഥമ ദൃഷ്ടിയ ഇത് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായ പാളയം സന്തോഷ് ഉൾപ്പെടെയുള്ളവരെ ഇനിയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ പാളയം സന്തോഷ്, ആദർശ് ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്തുക അല്ലെങ്കിൽ അവരെ പിടിക്കുക എന്നുള്ളത് കൂടി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം തന്നെയാണ്. അവർക്കായുള്ള അന്വേഷണവും ഊർജിതമായി തന്നെ തുടരുന്നുണ്ട്. ഒപ്പം തന്നെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കൂടി പോലീസ് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ ഇന്ന് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിക്കൊണ്ട് തന്നെ ഇവരെ അന്വേഷിക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ടത്. കൂടുതൽ പ്രതികൾ SFI, DYFI പ്രവർത്തകരായ കൂടുതൽ പേർ ഈ വിഷയത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് മാധ്യമ പ്രവർത്തകരിൽ നിന്നടക്കം, അതായത് അന്ന് ആ സമയത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നവരിൽ നിന്നടക്കം കൂടുതൽ വിവരങ്ങൾ തേടാൻ കൂടി പോലീസ് നീക്കം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് ആരൊക്കെ ഇതിൽ പങ്കാളികളായിട്ടുണ്ടോ എന്നതുകൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ കഴിയും, കൂടുതൽ ആളുകളെ പിടികൂടാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് പോലീസ് കണക്കുകൂട്ടുന്നത്. ഒപ്പം തന്നെ ഷിയാസ് പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം തന്നെ ആദ്യഘട്ടത്തിൽ പിടികൂടിയ 5 പ്രതികൾ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. പക്ഷേ ആ ജാമ്യം തള്ളുന്ന സാഹചര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അതേ രീതിയിൽ തന്നെ IP ബിനു അടക്കമുള്ളവർ ഇന്ന് വീണ്ടും ജാമ്യാപേക്ഷ നൽകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ജാമ്യാപേക്ഷ തള്ളുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒപ്പം പോലീസിനെ അതിക്രമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂരജ് വിമൽ അവരും ഇന്ന് ജാമ്യാപേക്ഷയ്ക്കുള്ള സാഹചര്യം, അത് ജാമ്യാപേക്ഷ നൽകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അത്തരത്തിലുള്ള നിയമ നടപടികളുമായി പ്രതി ചേർക്കപ്പെട്ടവർ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. കൊലപാതക കുറ്റം, വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം കൊടുക്കരുത്, ആദ്യഘട്ട പ്രാരംഭഘട്ടം മാത്രമാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ED അടക്കം പോലീസ് അടക്കം മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം. അതുകൊണ്ട് ജാമ്യം നൽകരുത് എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ജാമ്യാപേക്ഷയുമായി അവർ ഒരു വശത്ത് നിയമ പോരാട്ടം നടത്തുന്നു എന്നുള്ളതാണ്. മറുവശത്ത് കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്നത് പോലീസ് പരിശോധിക്കുന്നു. അത്തരത്തിൽ കൂടുതൽ ആളുകളിലേക്ക് എത്താനുള്ള ശ്രമം, അത് അന്വേഷണം ഊർജിതമായി തന്നെ തുടരുന്നു. കൂടുതൽ കേന്ദ്രങ്ങൾ അന്വേഷിച്ചുകൊണ്ട്, കേന്ദ്രങ്ങളിലേക്ക് കയറിക്കൊണ്ട് ഓരോ ദിവസവും ഇപ്പോൾ പല കേന്ദ്രങ്ങളിലായി ഇവർക്കുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഇനി ലുക്കൌട്ട് നോട്ടീസ് കൂടി ഇറക്കിക്കൊണ്ടുള്ള അന്വേഷണം തന്നെയാണ് പോലീസ് കണക്കുകൂട്ടുന്നത്. ശരി, സുനിഷ അയ്യലൂരാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.